ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. സുഭാഷിതം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. So the great dragon was cast out, that serpent of old, called the devil and Satan, who deceives the whole world. He was cast to the earth, and his angels were cast out with him. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേലും സാത്താനും പടവെട്ടി തോൽപ്പിച്ച് സാത്താനെയും അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. സാത്താന് പല പേരുകളുണ്ട്. പിശാച്, മഹാസർപ്പം, പഴയ പാമ്പ്, ബെയൽസബൂൽ, ലൂസിഫർ, അപ്പല്ലുവൻ, അധർമ്മമൂർത്തി, ദുഷ്ടൻ, ഈ ലോകത്തിന്റെ ദൈവം, ഫോഷ്കിന്റെ പിതാവ്, കുലപാതകൻ എന്നിങ്ങനെ. ഈ പേരുകളെല്ലാം തന്നെ അവന്റെ സ്വഭാവവും വെളിപ്പെടുത്തുന്നു. സാത്താൻ എങ്ങനെ ഉണ്ടായി എന്ന് ചിലർക്കെങ്കിലും സംശയമുള്ള കാര്യമാണ്. ദൈവം ഒരിക്കലും സാത്താനെ സൃഷ്ടിച്ചിട്ടില്ല. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. തുടർന്ന് അവന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഈ ദൂതൻ എന്ത് സംഭവിച്ചു എന്ന് 16-ാം വാക്യത്തിൽ കാണുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. യെശയ്യാവ് 14-ാം അധ്യായത്തിലും ഈ ദൂതനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 13-ാം വാക്യം വായിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. സർവശക്തനും അത്യുന്നതനുമായ ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ദൈവത്തിന്റെ വെട്ടേറ്റ് അവൻ നിലത്തു വീണു. ഈ ദൂതൻ സാത്താനായി തീർന്നതാണ്. യൂദായുടെ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സിംഹാസനം നഷ്ടമായതിനാൽ ഭൂമിയിൽ അവന്റെ സിംഹാസനമാക്കി. അവൻ ലോകത്തിന്റെ പ്രഭുവായി ലോകത്തിന്റെ ദൈവമായി വാണുകൊണ്ടിരിക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 കാണുന്നു. സാത്താൻ അത് അവകാശപ്പെടുകയും ചെയ്യുന്നു. പിശാച് മരുഭൂമിയിൽ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചുകൊണ്ട്, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു കർത്താവ് വചനമെന്ന വാളുകൊണ്ട് അവനെ വെട്ടി. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് മനുഷ്യകുലത്തിന്റെ രക്ഷകനായി വരാതിരിക്കുവാൻ പിശാച് വളരെ ശ്രമിച്ചു. എന്നാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് യേശു കർത്താവ് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സാത്താന്റെ മേൽ പൂർണ്ണ ജയം അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു. റോമർ 16:20 വായിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എഫേസ്യർ 6:11 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. യാക്കോബ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങി യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവിന്റെ മധ്യാകാശ വരവിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം സാത്താന് സംഭവിക്കുന്ന കാര്യമാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. 10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനം ഹേതുവായിട്ടും ജയിച്ചു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നവർക്ക് ഈ സാത്താനെ ജയിച്ച് നമ്മുടെ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു കർത്താവിനോടൊപ്പം നിത്യകാലം വാഴുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഇടയാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തെ